ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമ്മൾ ചിക്കൻ ദം കബ്സ എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള റെസിപ്പിയുമായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും തന്നെ നല്ല വൈറ്റ് ബസ്മതി റൈസ് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ല ഒരു ടേസ്റ്റിലും നല്ല ഒരു ടെക്സ്ചറിലും നമുക്ക് നമ്മുടെ റൈസ് ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും റൈസ് വാങ്ങുമ്പോൾ ക്വാളിറ്റി കൂടിയത് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചിക്കൻ ദം കബ്സ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 പീസ് കറുവപ്പട്ടയും 2-3 ഗ്രാമ്പൂവും അതുപോലെ തന്നെ 2-3 ചെറിയ ഏലക്ക കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, നൈസായിട്ടും ചെറുതായിട്ടും അരിഞ്ഞതാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചതാണ്. അരഞ്ഞു പോവരുത്, ചതവ് മതി നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1.5 ടേബിൾ സ്പൂണ് ചതവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ കബ്സയിലോട്ട് മാഗി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാഗിയുടെ ഒരു കട്ട ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതും തന്നെ നമുക്ക് നന്നായിട്ട് ഇതിലൊന്ന് യോജിപ്പിച്ചെടുക്കുക. അത് യോജിച്ച ശേഷം നമുക്ക് കബ്സയുടെ മസാല പൗഡർ നമ്മൾ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ജീരകം പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ പച്ച തക്കാളി തന്നെ മതി. അത് നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് ചിക്കനും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ കഷ്ണത്തിലും നമ്മുടെ മസാല പിടിക്കുന്ന വിധത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ചിക്കനിൽ തന്നെ ലോ ഫ്ലെയിമിലിട്ടാൽ നല്ല വെള്ളം ഉണ്ടായി വരും. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, നല്ല വെള്ളമൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വരണം. അതുവരെ നമ്മൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചുകൊണ്ടിരിക്കുക. ഏകദേശം നമ്മുടെ മസാലയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി, അത് 1/2 ടീസ്പൂണോളം മതി. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് അല്പം തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അത് ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് 2-3 കറുവപ്പട്ടയും 2-3 ഗ്രാമ്പൂവും അതുപോലെ തന്നെ 2-3 ഏലക്കയും ഒരു ഉണക്ക നാരങ്ങയും കുറച്ച് കുരുമുളകും കൂടി, കുരുമുളകിൻ്റെ മണിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെറിയ ജീരകം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ ജീരകം ഒരു ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്ന നമ്മുടെ വൈറ്റ് ബസുമതി അരി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബസുമതി റൈസ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയിലേക്ക് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിൻ്റെ കുറച്ച് നമ്മൾ ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കബ്സ മസാലയും കൂടി ഇങ്ങനെ വെതറി കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും ഇട്ടിട്ട് ബാക്കിയുള്ള റൈസ് കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കയ്യിൽ വെച്ചിട്ടൊന്ന് മിനുസപ്പെടുത്തിയിട്ട് ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണും പിന്നെ കുറച്ചും സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഏതെങ്കിലും കളറ് ഫേവറേറ്റ് ആക്കണം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട കളറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ റൈസിലും അല്ല, നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് റൈസിൽ കളറ് കൂട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ അല്പം ഫുഡ് കളറായിട്ട് റെഡും കുറച്ച് മഞ്ഞയും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇത് ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ടാണ്ട് ഒന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഇത് ദമ്മായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ദം കബ്സ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി രുചിയും ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന നല്ല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും. അപ്പോൾ എല്ലാവരും ചിക്കൻ ദം കബ്സ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ റെസിപ്പി വളരെ രുചിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആരും ട്രൈ ചെയ്യാതിരിക്കരുത്. അപ്പോൾ എല്ലാവരും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും വളരെയധികം നന്ദി.